PSCയിലെ അട്ടിമറികൾ അവസാനിക്കുന്നില്ല. ഓരോ ദിനം പിന്നിടുമ്പോഴും ഓരോ പിൻവാതിൽ നിയമന കഥകളാണ് പുറത്തു വരുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വ്യാജ ഒഴിവുകൾ സൃഷ്ടിച്ച് സഖാക്കന്മാരെ നിയമിക്കാൻ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന വൻ അട്ടിമറി വെളിച്ചത്തായിരിക്കുകയാണ് ഇപ്പോൾ. സർവീസിലുള്ള ജീവനക്കാർക്കായി മാറ്റിവെച്ച 2-3 സ്ട്രീമുകളിലെ റാങ്ക് ലിസ്റ്റ് പൂർണ്ണമായും റദ്ദാക്കാൻ പൊതുഭരണ വകുപ്പ് ശുപാർശ ചെയ്തിരുന്നു. ഇല്ലാത്ത ഒഴിവുകൾ വ്യാജമായി കാണിച്ച് PSCക്ക് തെറ്റായ റിപ്പോർട്ട് നൽകിയെന്ന് ആഭ്യന്തര അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചട്ടങ്ങൾ കാറ്റിൽ പറത്തി സർവീസിലുള്ള ചില ജീവനക്കാരെ ഉയർന്ന തസ്തികകളിൽ പ്രതിഷ്ഠിക്കാൻ നടന്ന അണിയറ നീക്കങ്ങളുടെ കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേസിൽ PSCക്ക് റിപ്പോർട്ട് ചെയ്ത 3 ഒഴിവുകളിൽ 2 എണ്ണവും പൂർണ്ണമായും അസാധുവാണെന്ന് പരിശോധനയിൽ വ്യക്തമായി കഴിഞ്ഞു. സർവീസിലുള്ളവർക്കായി സംവരണം ചെയ്ത മേഖലകളിൽ യഥാർത്ഥത്തിൽ ഒഴിവുകളെ ഉണ്ടായിരുന്നില്ലെന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് അന്വേഷണത്തിൽ പുറത്തു വന്നത്. നിലവിലെ KS ഉദ്യോഗസ്ഥർക്ക് താൽക്കാലികമായി ഡെപ്യൂട്ടേഷൻ തസ്തികകൾ സൃഷ്ടിച്ച് അവിടെ നിയമനം നൽകിയാണ് ഒഴിവുകൾ ഉണ്ടെന്ന് വരുത്തി തീർത്തത്. എന്നാൽ നിയമപരമായി ഇവയെ സ്ഥിരം ഒഴിവുകളായി കണക്കാക്കാൻ സാധിക്കില്ല. കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഇത്തരം തസ്തികകളുടെ മറവിൽ PSC വഴി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി തങ്ങൾക്ക് താല്പര്യമുള്ളവരെ സർവീസിലേക്ക് തിരികെ കയറ്റാനാണ് ശ്രമം നടന്നത്. KSന്റെ പ്രത്യേക ചട്ടങ്ങൾ തീർത്തും വിരുദ്ധമായി 31 പ്രതീക്ഷിത ഒഴിവുകളാണ് ഡെപ്യൂട്ടേഷൻ റിസർവ് എന്ന പേരിൽ ഉണ്ടാക്കിയെടുക്കാൻ നീക്കം നടത്തിയത്. IAS മാതൃകയിൽ KSലെ 30% തസ്തികകൾ ഡെപ്യൂട്ടേഷൻ റിസർവായി തിരിക്കാൻ 2023 ജൂൺ 5-ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. അന്നത്തെ ചീഫ് സെക്രട്ടറിയും പൊതുഭരണ സെക്രട്ടറിയും പങ്കെടുത്ത ഈ യോഗമാണ് തുടർ നടപടികൾക്കായി സെക്രട്ടറി തല സമിതി രൂപീകരിച്ചത്. എന്നാൽ ഏതൊക്കെ സ്ഥാപനങ്ങളിലെ തസ്തികകൾ ഉൾപ്പെടുത്തിയാണ് ഈ റിസർവ് രൂപീകരിക്കേണ്ടതെന്നതിനെ കുറിച്ച് യാതൊരുവിധ മുൻകൂട്ടിയുള്ള പഠനവും നടത്തിയിരുന്നില്ല. കേവലം കടലാസ് തീരുമാനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ യോഗത്തിന് മുൻപ് തന്നെ ഇത്തരം 31 ഭാവി ഒഴിവുകൾ ഉണ്ടെന്ന് കാണിച്ച് PSCക്ക് ധൃതി പിടിച്ച് റിപ്പോർട്ട് നൽകുകയായിരുന്നു. വ്യാജ ഒഴിവുകളുടെ പേരിൽ ഈ അട്ടിമറി അന്വേഷണങ്ങളും നടപടികളും ഒരു വശത്ത് പുരോഗമിക്കവേ ജനറൽ വിഭാഗത്തിൽപ്പെട്ട 1-ാം സ്ട്രീമിൽ നിന്ന് 3 പേർക്ക് നിയമനം നൽകി UDF സർക്കാർ പുതിയ ഉത്തരവിറക്കിയിരിക്കുകയാണ്. പൂർണ്ണമായും KSന് അനുവദിച്ച തസ്തികകളിലേക്കാണ് ഈ പുതിയ നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. KB വിജുമോളെ അച്ചടി വകുപ്പിലും മനോജ് കുമാറിനെ MVIP പ്രോജക്ട് വിഭാഗത്തിലും രോഹൻ രാജിനെ കാഞ്ഞങ്ങാട് DE ഓഫീസിലുമാണ് നിയമിച്ചിരിക്കുന്നത്. അർഹരായ ഉദ്യോഗസ്ഥർക്ക് ഘട്ടം ഘട്ടമായി നിയമനം നൽകുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഭരണതലത്തിൽ കൂടുതൽ കാര്യക്ഷമത ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ 93 KS ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി സർക്കാർ മറ്റൊരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭരണനിർവഹണം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വൻ അഴിച്ചുപണി നടന്നത്. ഇതിൽ 22 തസ്തികകൾ ഇതുവരെ KS ഉദ്യോഗസ്ഥർ നിയമിക്കപ്പെടാതിരുന്ന വിവിധ വകുപ്പുകളിലെ സുപ്രധാന പദവികളാണ്. KSന്റെ സേവനം കൂടുതൽ വകുപ്പുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ ക്രമീകരണം നടപ്പിലാക്കിയിരിക്കുന്നത്.